ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫാറ്റ് ടയർ ഇ ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യുകയാണ് കേട്ടോ. ഇത് എങ്വേ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഇ ബൈക്കാണ്. അപ്പോൾ ഞാനിത് ഏകദേശം 4 മാസമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 26 ഇഞ്ചിൻ്റെ വീൽസാണ് ഇതിനുള്ളത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടയറിന് നല്ല ഹൈറ്റാണ്. അതുകൊണ്ട് ഏകദേശം ഒരു 29 ഇഞ്ചിൻ്റെയൊക്കെ ഒരു എഫക്റ്റീവ് ഹൈറ്റ് ഈ ഒരു സൈക്കിളിന് വരും. അപ്പോൾ ഒരു 170 മുകളിൽ ഹൈറ്റുള്ള ആൾക്കാർക്ക് പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈക്കിളാണിത്. അതുപോലെ തന്നെ ഇതിന് 2 വേരിയൻസ് ആണുള്ളത്. ഒന്ന് സ്റ്റെപ്പ് ത്രൂ മോഡൽ, നമ്മളിപ്പോൾ കാണുന്നത് സ്റ്റെപ്പ് ത്രൂ മോഡലാണ്. അതുപോലെ തന്നെ ഒരു മെയിൽ വേർഷനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ത്രൂ മോഡൽ വാങ്ങിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിനും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിനി ഈ ബൈക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം. ഓക്കെ, പ്രസ് ചെയ്ത് പിടിച്ചു. അപ്പോൾ നമ്മുടെ ബൈക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിന് ഇവിടെ ഒരു LED ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെയാണ് കാണിക്കുന്നത്. അതായത് ട്രിപ്പ്, ഓഡോമീറ്റർ, പിന്നെ മാക്സിമം സ്പീഡ്, ആവറേജ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ ഡിഫറെൻറ്റ് മോഡ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഈ ഒരു ബട്ടൺ, മുകളിലത്തെ ഈ ഒരു ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു ഓഡോമീറ്ററാണ്. 144 കിലോമീറ്ററാണ് ഇത് ഓടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം സ്പീഡ് ഇപ്പം 0 ആണ് കാണിക്കുന്നത്. ഇതൊരിക്കൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അറിയാൻ പറ്റും. ആവറേജ് സ്പീഡും ഇപ്പം 0 ആണ്. അത് നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ മുകളിൽ അതിൻ്റെ ഒരു ബാറ്ററി ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല പവർഫുൾ LED ലൈറ്റ്, ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്. അതിൻ്റെ സ്വിച്ചാണ്. ആ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു LED ഡിം ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഞാൻ ഓണാക്കി കാണിക്കാം. ഇപ്പോൾ പകലാണ്, കാണാൻ പറ്റില്ല, എന്നാലും നല്ല പവർഫുൾ ലൈറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റും, നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈറ്റും കാണാൻ പറ്റും. ഇതിൻ്റെ ഗിയേഴ്സ് എന്ന് പറയുന്നത് 7 ഗിയറാണുള്ളത്. അത് ഷിമാനോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലും അതുപോലെ തന്നെ റിയർ സൈഡിലും ഡിസ്ക് ബ്രേക്കാണുള്ളത് കേട്ടോ. പിന്നെ അഡ്ജസ്റ്റബിൾ സീറ്റും, പിന്നെ ഇതിൻ്റെ പവർഫുൾ ഇലക്ട്രിക് ഹബ് മോട്ടർ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്നത് ബാറ്ററിയാണ്. അത് റിമൂവബിൾ ആണ്. അതിനൊരു കീ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ബാറ്ററി റിമൂവ് ചെയ്യാനായിട്ടുള്ള താക്കോൽ. ഇതിങ്ങനെ നമ്മൾ ഇട്ട് തിരിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി നമുക്കിതുപോലെ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഉണ്ടോ, നല്ല വെയിറ്റാണ് ബാറ്ററിക്ക്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് എവിടെയെങ്കിലുമൊക്കെ ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോകുമ്പോൾ നമുക്ക് സേഫ് എല്ലാം തോന്നുവാണെങ്കിൽ നമുക്ക് ഈ ബാറ്ററി റിമൂവ് ചെയ്തെടുത്തുകൊണ്ട് പോകാവുന്നതാണ് കേട്ടോ. കാരണം ബാറ്ററി ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതാണ് ഇതിൻ്റെ ചാർജർ കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 4 മണിക്കൂർ കൊണ്ട് ചാർജ് ആവും. ഇവിടാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് കേട്ടോ. ഇവിടെ നമുക്ക് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകും കേട്ടോ. ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3-4 ആഴ്ചയൊക്കെ ഉപയോഗിക്കാം. നമ്മൾ പെഡൽ അസിസ്റ്റ് ഏതാണ് യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. നമ്മൾ നമ്പർ 1 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 മാസത്തോളമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫുൾ ചാർജിൽ. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിലെ ഷോക്ക് അബ്സോർബേഴ്സ് കണ്ടോ, നല്ല എഫക്റ്റീവാണ് സംഭവം, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു മൗണ്ടൻ ബൈക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫ്ലാറ്റ് റോഡ്സിലൊക്കെ ഇത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു സ്വിച്ച് ഞെക്കിപ്പിടിച്ച് ഇതിൻ്റെ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ പെഡൽ അസിസ്റ്റാണിത്, PAS എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത്. 1 2 3 4 5, അത് 5 എന്ന് പറയുന്നത് മാക്സിമം ആണ്. അപ്പോൾ 5-ലിട്ട് നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ പോകും. അതുപോലെ തന്നെ ഇതിനൊരു ആക്സിലറേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ താമസിക്കുന്ന സ്വീഡനിൽ ഇത് വർക്ക് ചെയ്യത്തില്ല കേട്ടോ. ഇതൊരു മോപ്പഡായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ഉപയോഗിക്കുന്നത് ഇവിടെ അലൗഡ് അല്ല. നമുക്ക് ഈ പെഡൽ അസിസ്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 5-ലിട്ടിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടുന്ന പോലെ ചവിട്ടി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ, അതായത് ഏകദേശം ഒരു 25-30 km/h സ്പീഡിൽ സംഭവം പോകും. പിന്നെ ഇത് ഇത്രയും വലിയൊരു ബൈക്ക് ആയതുകൊണ്ട് നമ്മൾ നല്ലൊരു സ്ട്രോങ് ലോക്ക് വാങ്ങിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഇവിടെ സ്വീഡനിലൊക്കെ ഇൻഷുറൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലോക്ക് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ കേസ് ഈ ഒരു ബൈക്ക് മോഷണം പോയാലും നമുക്ക് ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് വലിയൊരു തൊടൽ വാങ്ങിച്ച് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബൈക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ചവിട്ടി നോക്കാം.
ഒരു ബൈക്കിന് കമ്പനി പറയുന്ന റേഞ്ച് ഏകദേശം 140 കിലോമീറ്ററാണ്. പക്ഷേ നമ്മൾ നോക്കിയിട്ട് ഏകദേശം ഒരു 100 കിലോമീറ്ററൊക്കെ കിട്ടുന്നുണ്ട്. കൂടുതലും നമ്മൾ പെഡൽ അസിസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും കേട്ടോ. നമ്മൾ പ്യുവർലി ഇലക്ട്രിക് ഡ്രൈവിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൈലേജ് കുറയും. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ഇത് ബാറ്ററി പവേർഡ് അല്ലാതെ നമ്മൾ സാധാരണ പെഡൽ ഉപയോഗിച്ച് ചവിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ 4 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ എന്ന രീതിയിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് സിറ്റി യൂസിനൊക്കെ വളരെ ഉപകാരപ്രദമാണ്. പിന്നെ ഇതിൻ്റെ ടയർ ഇത്രയും വലുതായതുകൊണ്ട് നമുക്ക് നല്ല ഗ്രിപ്പാണ് കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. നല്ലൊരു റൈഡിങ് സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബൈക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും യൂറോപ്പിലും UK-യിലും ഇത് അവൈലബിൾ ആണ്. അപ്പം ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതിൻ്റെ ഒരു പ്രൊമോഷണൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. നിങ്ങൾ യൂറോപ്പിലോ UK-യിലോ ഒക്കെ താമസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ബൈക്കോ അല്ലെങ്കിൽ എങ്വേയുടെ ഏതെങ്കിലും ഒരു മോഡലോ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. സ്വീഡിഷ് ഇന്ത്യൻ എന്നാണ് കൂപ്പൺ കോഡ്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ഫാറ്റ് ടയർ ഈ ബൈക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.